270 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നായയെ പോലെ തോന്നിക്കുന്ന സസ്തനിയുടെ ഫോസിൽ സ്പെയിനിൽ നിന്നും പാലിയന്റോളജിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. സ്പെയിനിലെ ദ്വീപായ മല്ലോർക്കയിൽ നിന്നാണ് ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാലിയന്റോളജിസ്റ്റുകൾ പറയുന്നത് പ്രകാരം ഡിനോസർ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് കഠാരപല്ലൻ ജീവികൾ ഭൂമിയിൽ കാണപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഫോസിൽ കണ്ടെത്തൽ എന്നാണ്. നായയെ പോലെ തോന്നുമെങ്കിലും നായയും ഇവയും തമ്മിൽ വ്യത്യാസമുള്ളതായിട്ട് പാലിയന്റോളജിസ്റ്റുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മൃഗം തെരുവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇടത്തരം വലിപ്പമുള്ള നായയോട് സാദൃശ്യം തോന്നാം. ഏകദേശം ഒരു ഹസ്കിയുടെ വലിപ്പമുണ്ട്, എന്നാൽ അത് അത്ര ശരിയായിരിക്കില്ല. ഇതിന് രോമമില്ല കേട്ടോ, നായയുടെ പോലുള്ള ചെവിയുമില്ല. ശാസ്ത്രജ്ഞർ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജീവികൾക്ക് നീളമുള്ള കഠാര പോലുള്ള പല്ലുണ്ട്. ഇത് തെളിയിക്കുന്നത് ഇതൊരു മുന്തിയ ഇരപിടിയനായിരുന്നു എന്നതാണ്. സൂപ്പർ ഭൂഖണ്ഡമായ പാൻജിയയുടെ ഭാഗമായിരുന്നു മല്ലോർക്ക ദ്വീപ്. വംശനാശം സംഭവിച്ച ഗോർഗനോസ്പിയൻസ് പുതിയ സ്പീഷീസിൽ പെട്ടതാണ് ഈ ജീവി എന്നാണ് അവർ പറയുന്നത്. ഭൂമിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പെർമിയൻ കാലഘട്ടത്തിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 299 മുതൽ 252 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സസ്തനികളുടെ പുരാതന ബന്ധുവാണ് ഗോർഗനോസ്പിയൻസ്. ഫോസിൽ അസ്ഥികളിൽ നിന്നാണ് പാലിയന്റോളജിസ്റ്റുകൾ ഇവയുടെ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം പൂർണ്ണമായി ലഭിച്ച കാലസ്ഥികളിൽ നിന്നും ഇവയുടെ സഞ്ചാരം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഡിനോസറുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സസ്തനികളുടെ പുരാതന ബന്ധുക്കളുടെ രൂപം ഇപ്പോഴത്തെ സസ്തനികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുപോലെ തന്നെ അവ ധാരാളം വൈവിധ്യമാർന്നതും ആവാസ വ്യവസ്ഥയിൽ വ്യത്യസ്തമായ പങ്ക് വഹിക്കുന്നവരുമാണ്. പുതിയ ഫോസിൽ കണ്ടെത്തൽ സസ്തനികളുടെ പരിണാമത്തെക്കുറിച്ച് പുതിയ ചിന്താക്കുഴപ്പം നൽകുന്നതായിട്ടും പാലിയന്റോളജിസ്റ്റുകളും സൂചിപ്പിക്കുന്നു.